എടാ നമുക്ക് ചുറ്റുള്ള ആളുകളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ തന്നെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പോ ഈ പെണ്ണിനെയാണോ പറ്റി, ഇതിലും നല്ലത് കിട്ടില്ല. നിനക്ക് ഈ ജോലിയാണോ ഉള്ളത്, ഇതിലും വലിയൊരു ജോലി ഉണ്ടാവില്ല. നിനക്ക് ഈ വണ്ടിയാണോ പറ്റിയത്, ഇതിലും നല്ല വണ്ടി വേറെ ഇല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ നമ്മുടെ സ്ഥിരം ഡയലോഗ് എന്താ, അവൻ നമ്മുടെ കൂട്ടുകാരനാണ്, അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഒരാളെ നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങളെ കൂടി നമുക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതൊക്കെ വെറുതെ അല്ലേ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവുകൾ എപ്പോഴും ആൾക്കാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യവും അത്ര പെട്ടെന്നൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് കാണാം. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം കൂടി അതിലൂടെ കലർത്തിക്കൊണ്ടാണ് മറുപടി കൊടുക്കുക. അവനെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമുക്കത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിരിക്കും അവരോട് മറുപടി ആയിട്ട് കൊടുക്കും. സൈക്കോളജിയിൽ പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിന്നുകൂടി വരുന്നതാണെന്ന്. ഒരേ മനസ്സ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തരുടെയും കാഴ്ചകളും വ്യത്യസ്തമായിരിക്കും, ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവന്റെ ഇഷ്ടം അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കല്ലേ വേണം. അവിടെ നമുക്കത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് അവനെ കൂടി തളർത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവരുടെയൊക്കെ ഇഷ്ടങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ദുർബലപ്പെട്ടു പോയ പല ബന്ധങ്ങളും വളരെ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതായിരിക്കും അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായവും.